കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുന്ന പെൺകുട്ടി തന്നെയാണ് നോക്കുന്നതെന്നറിഞ്ഞ സുധീഷും സന്തോഷത്തോടെ മുമ്പൊരിക്കലും തന്നെ നോക്കിയ പെൺകുട്ടി ചിരിച്ചിരുന്നെന്നും അന്നത് താനത്ര കാര്യമാക്കിയില്ലെന്നും ഇതാണ് വിഷയമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ അന്നേ പോയി സംസാരിച്ചിരുന്നേനെയെന്നും സുധീഷ് പറയുന്നതിൽക്ക് നിധി ദേഷ്യത്തോടെ ഇരിപ്പാ. അവളെ ശ്രദ്ധിച്ച് സുധീഷ് വീണ്ടും എന്നാലും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചോദിക്കെ അവളുടെ ടേസ്റ്റ് കൊള്ളില്ല അത്ര തന്നെ എന്ന് നികേഷും. നിനക്ക് അസൂയല്ലേടാ മോനെ? അല്ലേ നിധി, ഇവൻ അസൂയല്ലേ? പറയടോ എന്നവൻ ചിരിയോടെ ചോദിക്കെ നിധി ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് എഴുന്നേറ്റ് പോവുകയാ. അവൾ പോകുന്നത് നോക്കി ചിരിയോടെ സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അത് ശരി, അപ്പൊ ദേഷ്യം വരുന്നുണ്ട്. നിന്നെ എന്റെ അടുക്കലേക്ക് എത്തിക്കാൻ ദൈവം കൊണ്ടുവന്ന ടൂളാണ് ആ കുട്ടി നിധി. ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് ചിന്തിച്ച് നികേഷിനോടായി നികേഷേ അവൾ എഴുന്നേറ്റ് പോയത് കണ്ട. അവളുടെ ഭർത്താവിനെ വേറൊരിടത്ത് നോക്കിയെന്ന് കേട്ടപ്പോ സഹിക്കാതെ എഴുന്നേറ്റ് പോയതാ. ഇത് മതിയടാ, ആ പെൺകുട്ടിയെ വെച്ച് ഞാൻ നിന്റെ ഏട്ടത്തിയുടെ മുട്ട് മടക്കിയിരിക്കും എന്ന് പറഞ്ഞവന്റെ കൈമുട്ട് പിടിച്ചൊടിക്കുമ്പോഴേക്കും അവൻ വേദനയോടെ ആർത്ത് വിളിക്കുന്നുണ്ട്. അവനോട് സോറി പറഞ്ഞെഴുന്നേറ്റ് സന്തോഷത്തോടെ യുറേക്ക എന്ന് ഉച്ചത്തിൽ വിളിച്ച് സുധീഷ് അവിടുന്ന് പോവുകയാ. മുതുക്കന് ഭ്രാന്തായോ എന്ന് പിറുവിറുക്കുന്നുണ്ട് നികേഷും. അടുക്കളയിലിരുന്ന് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുമ്പോഴാണ് അവൻ അങ്ങോട്ട് വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും എടാ സുഭാഷേ, ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെന്ന് ബ്രോക്കർ ചോദിക്കുകയാ. ഞാനേ പുറത്തിത്തിരി ജോലിയില്ലായിരുന്നു, ഫോൺ അടിച്ചത് കേട്ടില്ലെന്ന് സുഭാഷും. ഇപ്പൊ എന്തായാലും എടുത്തല്ലോ, ഒരടിയന്തിര കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ബ്രോക്കർ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ പറയട്ടാ എന്താ എന്ന് സുഭാഷ് ചോദിക്കുക. നീ അപ്പോഴേക്കും ടെൻഷൻ അടിക്കാത്തടാ, പേടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് വീട് കാണാൻ, അത് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് ബ്രോക്കർ പറയേ അമ്പരപ്പോടെ ഇങ്ങോട്ടോ എന്ന് സുഭാഷും. അല്ലാതെ പിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ബ്രോക്കർ ചോദിക്കേ. നാളെയോ എന്ന് സുഭാഷും. ആ നാളെ തന്നെ. പെണ്ണ് വീട്ടിൽ നിന്ന് വീട് കാണാൻ വരണ്ടേ പിന്നെ എന്ന് ബ്രോക്കർ ചോദിക്കേ. മനസ്സിലായി, പക്ഷേ നാളെയെന്ന് പറഞ്ഞപ്പോഴാ എന്ന് സുഭാഷും. എന്താ നാളെ നിങ്ങളാരും വീട്ടിലുണ്ടാവത്തില്ലേ എന്ന് ബ്രോക്കർ ചോദിക്കേ. അതല്ല എന്ന് സുഭാഷും. പിന്നെ എന്താ പ്രശ്നം? നാളെ നല്ല നാളാണത്രേ, അതാണ് അവരെ നാളെ തന്നെ തീരുമാനിച്ചത്. പെണ്ണും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുന്നതല്ലേ നല്ലത് എന്ന് ബ്രോക്കർ ചോദിക്കേ. അല്ല അതല്ല, ഞാൻ വീട്ടിൽ ആരോടും ഇതേപ്പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് സുഭാഷും. അതിനെന്താ ഇപ്പൊ പറഞ്ഞ പോരെ? അതല്ലേ ഞാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞത്. നാളെ വൈകിട്ട് 4 മണിക്ക് അവരവിടെ വരും, അതുകൂടി വീട്ടിലെല്ലാവരോടും പറഞ്ഞു വെക്കേ. ഓക്കെ എന്ന് ബ്രോക്കർ ചോദിക്കേ. ഓക്കെ എന്ന് സുഭാഷും സമ്മതിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നാളെ നേരിട്ട് സംസാരിക്കാം. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ബ്രോക്കർ കോൾ വെക്കുകയാ. രാവിലെ അടുക്കളയിൽ പാചകത്തിലായിരുന്ന സുഭാഷ് അതിലൊന്നും ശ്രദ്ധിക്കാതെ പെൺവീട്ടുകാർ വീട്ടിലേക്ക് വരുന്ന കാര്യം എങ്ങനെ അവതരിപ്പിക്കുമെന്ന ആലോചനയിൽ നിൽപ്പാണ്. വൈകിട്ട് ആ പെണ്ണിന്റെ വീട്ടുകാർ വരുന്ന കാര്യം ഇവിടെ എങ്ങനെ പറയും? ഈ വിഷയം ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി എന്തു പറഞ്ഞ ഒന്ന് തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞ ആലോചനയോടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വന്ന നിധിയും സുഭാഷിട്ടാ ദേ അരി വെന്ത് തൂവിപ്പോകുന്നു എന്ന് പറയുമ്പോഴേക്കും സുഭാഷും ചിന്തയിൽ നിന്നുണർന്ന് പെട്ടെന്ന് ഗ്യാസ് ഓഫാക്കുകയാ. സുഭാഷ് ഏട്ടൻ എന്താലോചിച്ച് നിൽക്കുക, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു എന്നവൾ പറയേ. ഒന്നുമില്ല മോളെ എന്ന് സുഭാഷും. ഒന്നുമില്ലേ? എന്തോ ഉണ്ടല്ലോ എന്ന് നിധി ചോദിക്കേ. സത്യമായിട്ട് ഒന്നുമില്ല എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴാണ് നികേഷ് അങ്ങോട്ട് വരുന്നത്. കോളേജിൽ പോവാൻ റെഡിയായി വന്ന നികേഷ് സുഭാഷ് ഏട്ടാ ലഞ്ച് ബോക്സ് എന്ന് പറയേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ താൻ ഉണ്ടാക്കിയ കറിയെടുത്ത് നികേഷിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാ. അത് കണ്ട് നികേഷും ഇതെന്താ എന്ന് ചോദിക്കേ. നീയല്ലേ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് സുഭാഷ് ഏട്ടനും. ഞാനോ? ഞാൻ ടിഫിൻ ബോക്സാ ചോദിച്ചതെന്ന് നികേഷും. ആണോ? എടാ അരി വാർത്തില്ലെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അപ്പൊ ഞാൻ എന്താ കൊണ്ടുപോകാന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നീ ഇന്ന് ക്യാൻറ്റീനിൽ വല്ലതും കഴിക്കാൻ ഞാൻ പൈസ തരാമെന്ന് നിധി പറയേ. അത് വേണ്ട, പൈസ എന്റെ കയ്യിലുണ്ട് എന്ന് പറയേ. സുഭാഷ് പെട്ടെന്ന് സ്റ്റൗവിൽ നിന്ന് ചോറെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ അത് വാർക്കണ്ടേ എന്ന് നിധി ചോദിക്കുക. ഓ അത് മറന്നു എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ഇങ്ങ് തരൂ, ഞാൻ ചെയ്തോളാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് സുഭാഷ് ചോറ് വാർക്കുകയാ. അവനെ ശ്രദ്ധിച്ച് നിധി വീണ്ടും സുഭാഷ് ഏട്ടൻ എന്താ കൺഫ്യൂഷൻ ഉള്ളത്, എന്ത് പറ്റി എന്ന് ചോദിക്കേ. ഒന്നുമില്ലെന്ന് സുഭാഷ് ഏട്ടനും പറയുക. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന ഹരീഷും ഞാനും നോട്ട് ചെയ്തിരുന്നു. ഇന്നലെ മുഴുവനും ഉറങ്ങിയിട്ടില്ലല്ലോ, എന്തോ ഓർത്തിരിക്കുകയായിരുന്നല്ലോ, എന്താണ് ഇതിന് മാത്രം ആലോചിക്കാൻ എന്ന് ചോദിക്കേ. എന്താലോചിക്കാൻ? ഒന്നുമില്ലടാ, ജോലിയിലെ ചില കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്ന് സുഭാഷ് ഏട്ടനും. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് കാപ്പി വേണമെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അതിന് കാപ്പി തന്നില്ലല്ലോ എന്ന് ഹരീഷും. കാപ്പി തന്നില്ലല്ലേ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കാമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. വേണ്ട ഞാൻ പോവാന്ന് പറഞ്ഞ് ഹരീഷും ഞാനും ഇപ്പൊ ഇറങ്ങുവേ എന്ന് പറഞ്ഞ് നികേഷും അവിടുന്ന് പോവുകയാ. നിധി എപ്പോഴും സുഭാഷ് ഏട്ടനെ ശ്രദ്ധിച്ച് സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേന്ന് ചോദിക്കേ. ആ ഓക്കെയാ എന്നവൻ പറയുന്നതുകൾക്ക് നിധിയും അവിടുന്ന് പോവുകയാ. അവിടെ ഹാളിലിരുന്ന് നികേഷ് തന്റെ ബുക്സ് എല്ലാം ബാഗിലെടുത്ത് വെക്കുക.
ഹരീഷയുടെ കണ്ണാടിയിൽ നോക്കി മുടി ചീക്കൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അവൻ കണ്ണാടിയിൽ നോക്കി നിൽക്കണ കണ്ട് ഡാ ഹരീഷെ, നിന്നെ അവൻ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് നികേഷിന്റെ അടിയിലേക്ക് പറഞ്ഞു വിടുകയാ സുധീഷ്. എന്താടാ എന്നവൻ നികേഷിനോടായി ചോദിക്കുമ്പോ എന്ത് ബുക്കല്ലേ എന്ന് നികേഷ്. അപ്പോഴേക്കും കണ്ണാടിയിൽ നോക്കി സ്റ്റൈലാക്കാൻ തുടങ്ങിയ സുധീഷിനെ ഹരീഷ് പിടിച്ചു മാറ്റി. തന്റെ മുടി ചെയ്യുന്നുണ്ടെങ്കിലും സുധീഷ് വീണ്ടും അവനെ പിടിച്ചു മാറ്റി കണ്ണാടിയിൽ നോക്കി സ്റ്റൈലാക്കുകയാണ്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് തന്റെ ബാഗെല്ലാം റെഡിയാക്കുന്നത്. അവളെ ശ്രദ്ധിച്ച് സുധീഷും ഡാ നികേഷെ, ഈ ഷർട്ട് എങ്ങനെയുണ്ടടാ എന്ന് ചോദിക്കേ. കൊള്ളാം എന്ന് നികേഷും. എങ്ങനെയുണ്ട് നിധി നോക്കിയേ എന്ന് സുധീഷ് ചോദിക്കേ. ഞാൻ എടുത്തു തന്ന ഷർട്ടല്ലേ, എനിക്കറിയാലോ നന്നായിട്ടുണ്ടെന്ന് നിധിയും. ഓ, ഇത് ഏടത്തി വാങ്ങിയ ഷർട്ടാണല്ലോ അല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇങ്ങനെ നല്ല സുന്ദരനായി ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ എന്നവൻ ചോദിക്കേ. അയ്യാ സുന്ദരനോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേട്ട നികേഷും ഈ സുന്ദരനെ വാനരൻ എന്നൊരു അർത്ഥമുണ്ട് ഹരീഷേട്ടാ. രാമായണത്തിലെ സുന്ദരകാന്ഡം കേട്ടിട്ടില്ലേ? ഹനുമാൻ ലങ്കയിലേക്ക് പോയ വലിയ കഥ കേട്ടിട്ടില്ല? അതുതന്നെ എന്ന് നികേഷ് പറയുന്നതിൽക്ക് എല്ലാവരും ചിരിക്കുകയാ. അത് കേട്ട് സുധീഷും കൊള്ളാം കൊള്ളാം എന്ന് പറയേ. അപ്പോ സുന്ദരൻ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ല എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അത് നിധി ചോദിക്കട്ടെ. ചോദിച്ചോ എന്ന് സുധീഷ് പറയേ. ഞാനെന്തിനും ചോദിക്കണമെന്ന് നിധിയും. ചുമ്മാ ചോദിക്കേ. പറയാം എന്ന് സുധീഷ് പറയേ. രാവിലെ നിങ്ങൾ ജോലിക്കല്ലേ പോവാറെന്ന് നിധിയും. അതാണ്, എന്നാ ഇന്ന് അതിനല്ല എന്നവൻ പറയുന്നതുകൾക്ക് എല്ലാവരും സംശയത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. ഞാനേ അവളെ കാണാൻ പോവാ എന്ന് സുധീഷ് പറയേ. എവളെ എന്ന് നികേഷും ഹരീഷും ചോദിക്കുന്നുണ്ട്. എടാ അവളെടാ, ബസ് സ്റ്റോപ്പിൽ എന്നെയും കാത്തു നിൽക്കുന്ന ആ പഞ്ചവർണ്ണ കിളി, അവളെ കാണാൻ എന്ന് പറഞ്ഞ് പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണ എന്ന പാട്ട് പാടുകയാണ് സുധീഷ്. ഒരുമാതിരി പൈങ്കിളി ഏർപ്പാടാട്ടോ സുധീഷേട്ടാ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് ഹരീഷും പറയുന്നുണ്ട്. അതേടാ, അവളെ കാണുന്നത് പൈങ്കിളി ഏർപ്പാടാണെങ്കിലേ അത് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. സുധീഷേട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എന്നാര് പറഞ്ഞു? നിന്റെ ഏടത്തി പറഞ്ഞോ എന്ന് നിധിയോടായി ചോദിച്ച്. അത് കല്യാണമല്ല, കല്യാണം മാതിരി ഒരു സാധനമാണെന്ന് നിധിയല്ലേ പറഞ്ഞത് എന്നവൻ ചോദിക്കേ. ഞാൻ ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. അത് കല്യാണമല്ല, കല്യാണം മാതിരിയേ ഉള്ളൂ എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുകയാ. കേട്ടില്ലേ, ദാറ്റ് സിമ്പിൾ. അപ്പൊ ഞാൻ ആരെ കാണാൻ പോയാലും പ്രശ്നമില്ലല്ലോ? ഉണ്ടോ എന്നവൻ ചോദിക്കുക. ആരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അപ്പൊ ഞാൻ അങ്ങ് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണേ എന്ന് പറഞ്ഞവൻ കണ്ണാടിയിൽ തന്റെ സൗന്ദര്യം നോക്കി സ്പ്രേ എടുത്തടിക്കുകയാ. ഒന്ന് നിർത്തടോ എന്ന് ഹരീഷ് പറയേ. നല്ല മണം വരട്ടടാ എന്ന് സുധീഷും. എന്നാ കുറച്ചെടുത്ത് വായിലടിക്ക്, അതിന്ന് വരുന്ന ഭാഷയ്ക്കാണ് നാറ്റമെന്ന് ഹരീഷും. ആ സ്പ്രേ ഹരീഷിന് നേരെ എറിഞ്ഞ് അവനൊരു മൗത്ത് സ്പ്രേ എടുത്ത് നോക്കടാ എന്ന് പറഞ്ഞ് കാണിക്കേ. വായിലേക്കുള്ളത് വേറെ കരുതിയിട്ടുണ്ടോ എന്ന് നിധിയും ചോദിക്കുക. അവൻ ആ സ്പ്രേ എടുത്ത് അടിച്ചുകൊണ്ട് അങ്ങനെ ദേഷ്യം കേറട്ടെ അങ്ങനെ എന്ന് നിധിയെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാ. സുധീഷേട്ടാ, ഇതെല്ലാം അനാവശ്യ കാര്യങ്ങളാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് നികേഷ് പറയുന്നുണ്ട്. എന്തോ എന്റെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിട്ട് തോന്നിയേക്കാം. വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദാറ്റ്? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണ എന്ന പാട്ടും പാടി ഹരീഷിന്റെയും നികേഷിന്റെയും അരികിലെല്ലാം ചെന്ന് ഡാൻസ് കളിച്ച് അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന സുഭാഷ് ഏട്ടന്റെ അരികിലേക്കും ചെന്ന് പാട്ടും പാടി സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും എന്താടാ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാതെ വീണ്ടും അവൻ പാട്ടും പാടി ഡാൻസും കളിച്ചുകൊണ്ട് വരുമ്പോഴാണ് അടുക്കളയുടെ ഡോറിൽ മൂക്കിടിക്കുന്നത്. അത് കണ്ട് നിധിയും കൂട്ടരും പൊട്ടിച്ചിരിക്കുകയാ. വേദനയോടെ വരുന്ന സുധീഷിനോടായി തുടക്കത്തിലെ ശകുനപാളി ഇനിയെങ്കിലും നിർത്തിയാ കൊള്ളാമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഒരു പെണ്ണെന്റെ തേടി വന്നതിന്റെ അസൂയ നിനക്ക് എന്ന് തന്റെ വേദനിക്കുന്ന മൂക്കും തടവി സുധീഷ് പറയുന്നുണ്ട്. ഞാ പിന്നെയോ എന്താ അത് എന്ന് നികേഷ് ചോദിക്കേ. പോടാ, സുന്ദരനായ എന്നെ തേടി സുന്ദരിയായ ഒരു പൂമ്പാറ്റക്കിളി പാറി വന്നതിന്റെ അസൂയല്ലേടാ നിങ്ങൾക്ക് എന്ന് സുധീഷ് ചോദിക്കേ. ഓ പിന്നെ എന്ന് ഹരീഷും. നികേഷും ആലോചനയോടെ ഇരുന്ന് പൂമ്പാറ്റ കിളിയോ, എന്ത് കിളി എന്ന് ചോദിക്കുന്നു. അത് നിന്റെ ഏട്ടത്തിയോട് ചോദിക്കേ, പറഞ്ഞു തരുമെന്ന് സുധീഷും. ഓക്കെ എന്ന് പറഞ്ഞ് നികേഷ് ഏട്ടത്തി എന്ന് വിളിച്ച് നോക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കുന്ന നിധിയാണ് കാണുന്നത്. കാലിപ്പ് മൂടാണല്ലോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് അവനെ കുനിച്ചു നിർത്തി ഞാനത് പറയണോ എന്ന് ചോദിച്ച് അവന്റെ മുതുകത്തിട്ടിടിക്കുകയാ. ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്ന നിധി കണ്ടൊരു സ്വപ്നമായിരുന്നു അത്. സുധീഷ് അവളുടെ മുന്നിൽ ചെന്ന് വിരലിനൊടിക്കുമ്പോഴേക്കും അവൾ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാ. ഞാൻ പോവാണേ എന്ന് സുധീഷ് പറയേ. പൊക്കൂടെ, അത് എന്നോട് ചോദിക്കണമെന്ന് നിധിയും. അല്ല, അവിടം വരെ കൂടെ വരുന്നുണ്ടോ അതോ എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ല, ഞങ്ങൾക്ക് പോവാൻ അറിയാം എന്ന് നിധി പറയേ. ഞങ്ങൾക്ക് എന്ന് നികേഷും പറയുന്നുണ്ട്. ഓക്കെ ബൈ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാ. സുധീഷിന്റെ ആ പോക്ക് കണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു എന്ന് ഹരീഷ് പറയുകയാ. കാവടി കളിച്ചാ പോണത്, ട്രാജഡി ആവാണ്ടിരുന്നാ മതിയായിരുന്നു എന്ന് നികേഷും. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വന്ന് അവൻ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുന്നത്. എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് നിധി പറയുന്നതുകൾക്ക് അമ്പരപ്പോടെ അവളെ നോക്കിയ സുഭാഷ്. നികേഷ് നീ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നിധി വിളിക്ക് നികേഷ് എഴുന്നേൽക്കുകയാ. സുഭാഷ് അവളുടെ നേരെ ലഞ്ച് ബോക്സ് നീട്ടി ഇന്ന മോളെ ഞാൻ വേഗം 3-4 ദോശ ഉണ്ടാക്കി, ഉച്ചയ്ക്കൊന്നും കിട്ടാതിരിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും നിധി ആ ലഞ്ച് ബോക്സ് വാങ്ങി വാ നികേഷെ പോവാം എന്ന് പറഞ്ഞ് വിളിക്കുകയാ.
അവർ പോയി കഴിയുമ്പോഴേക്കും ഹരീഷ് സുഭാഷ് ചേട്ടനോടായി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ ആ ബസ് സ്റ്റോപ്പിൽ കാണുന്ന പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞ് എഴുതിയെ ചൂടാക്കാൻ നോക്കിയതാ സുധീഷ് ചേട്ടൻ. അത് കേൾക്കെ സുഭാഷ് ചേട്ടനും ഇവൻ ഇത് എന്തിന്റെ കേടാ എന്ന് ചോദിക്കേ അത് അനുഭവിക്കുമ്പോ പഠിച്ചോളും, ഞാൻ പോവാന്ന് പറഞ്ഞ് ഹരീഷും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. ബസ് സ്റ്റോപ്പിലെത്തിയ സുധീഷ് നിധി വരുന്നതും കാത്തു നിൽപ്പാ. ബസ് സ്റ്റോപ്പിൽ ആ പെൺകുട്ടിയും അവനെ തന്നെ നോക്കി ചിരിയോടെ നിൽപ്പുണ്ട്. നിധി വരുന്നില്ലല്ലോ എന്ന് റോഡിലേക്ക് നോക്കി പറഞ്ഞ് ഇരിക്കുന്ന അവളുടെ നേരെ അവനും ഒന്ന് ചിരിച്ചു കൊടുക്കുകയാ. അവൻ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യടാ എളി കണ്ടാലും മതി, എടി മരക്കഴുതേ, ഞാൻ നിന്നോട് ഇച്ചിരി ചിരിയും കളിയും ഒക്കെ കാണിക്കും. അതെ, നിന്നെ തലയിലെടുക്കാനല്ല, നിധി എന്റെ വഴിക്ക് കൊണ്ടുവരാനാ എന്നൊക്കെ ചിരിയോടെ അവളെ നോക്കി സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. വീണ്ടും അവൻ നിധി വരുന്നുണ്ടോന്ന് നോക്കുമ്പോഴാണ് നിധിയും നികേഷും കൂടി റോഡിലൂടെ നടന്നു വരുന്നത് അവൻ കാണുന്നത്. ആ വരുന്നുണ്ട് നിധി, എന്റെ പണിയിൽ നീ വീഴും മോളെ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് എല്ലാം എടുത്തു വെച്ച് ആ പെൺകുട്ടിയെ നോക്കി ചിരിയോടെ നിൽപ്പാ. ടെൻഷനോടെ നടക്കുന്ന നികേഷിനോടായി നീ എന്താടാ ഇത്ര ഫീൽ ആവുന്നെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്നാലും ആ കുട്ടി അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ലെടുത്തി എന്നവൻ ടെൻഷനോടെ പറയേ, പോട്ടടാ നിനക്ക് അതിലും നല്ല കുട്ടിയെ കിട്ടും പോരെ എന്ന് നിധി ആശ്വസിപ്പിക്കേ. ആ കേട്ടുണ്ട് എന്ന് പറഞ്ഞ് നികേഷ് മുന്നോട്ട് നോക്കുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് ആ പെൺകുട്ടിയെ വായിൽ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണുന്നത്. എടുത്തി ദേ നോക്കിയേ, അയ്യേ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു, വൃത്തികെട്ടവൻ എന്ന് നികേഷ് പറയേ. അയാളും അയാളുടെ ഒരു കൂളിംഗ് ഗ്ലാസും എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും സുധീഷിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴേക്കും പുറകിൽ നിൽക്കായിരുന്ന സുധീഷും നികേഷേ എടാ എന്ന് വിളിച്ച് അവന്റെ തോളിൽ പിടിച്ച് പറഞ്ഞത് ശരിയടാ, അവൾ എന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കുന്നില്ല, വന്നപ്പോ മുതല് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നവൻ പറയേ. കോങ്കണ്ണായിരിക്കും എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴാണ് അവൻ നിധിയെ ശ്രദ്ധിച്ച് അയ്യോ നിധിയായിരുന്നോ, ഞാൻ കണ്ടില്ല കേട്ടോ, സോറി നിധിയും ഉണ്ടായിരുന്നോ എന്നവൻ ചോദിക്കേ. എന്താ തിമിരം വന്നോ ആണോ കറുത്ത കണ്ണടാ എന്നവളും ചോദിക്കുക. സുധീഷും ഒരു ചിരിയോടെ നന്നായി, നൈസ് നൈസ്, ഞാൻ എന്നെ കാത്തു നിൽക്കുന്ന, എനിക്ക് വേണ്ടി ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്ന, എന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വന്നതാ. അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ നിധിയെ ശ്രദ്ധിക്കാൻ മറന്നുപോയി, ഒന്നും വിചാരിക്കില്ലേ എന്നവൻ പറയുന്നതൊക്കെ സുധീഷേട്ടാ ഓവറാക്കല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇല്ലടാ ഇതെല്ലാം നോർമൽ അല്ലേ, പിന്നെ ഈ കണ്ണട ഒരു പടിക്ക് ഓവർ ആണെന്ന് തോന്നാം, ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ നിധി, ദേ നോക്കിയേ എന്നവൻ ചോദിക്കേ. കണ്ണു തട്ടാതിരിക്കാൻ നല്ലതായെന്ന് നിധിയും. ഓഹോഹോ നൈസ്, ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നെ തേടി ഇങ്ങോട്ട് വരുമ്പോ നിധിക്കുണ്ടാവുന്ന അസൂയ എനിക്ക് മനസ്സിലാവും എന്നവൻ പറയുന്നത് കേൾക്കെ. അസൂയയോ എനിക്കോ, അതിന് നിങ്ങൾ എന്റെ ആരാന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതാണ് കറക്റ്റ്, അതാണ് ആരുമല്ല, അതുകൊണ്ടാണല്ലോ എന്റെ ആരെങ്കിലും ആവാൻ കൊതിക്കുന്ന ഒരു സുന്ദരി കുട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത്. ബൈ ദ ബൈ, എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ സമയമായി, ഞാൻ പോയിട്ട് വരാം ബൈ എന്ന് പറഞ്ഞ സുധീഷ് ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നടന്നു നീങ്ങുകയാ. അവന്റെ പോക്കും ശ്രദ്ധിച്ച് താനി കോമാളിയെ പോലെ ആയിട്ടുണ്ട് എന്ന് നിധിയും പെറുവിറുക്കുകയാ. അവൻ ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ഹായ് എന്ന് പറയുമ്പോഴേക്കും അവളും ഹായ് പറയുക. ഇയാൾ എന്തോ എന്നോട് പറയണമെന്ന് വിചാരിച്ചതാണല്ലോ അല്ലേ, നികേഷ് പറഞ്ഞായിരുന്നു ശരിയല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതെ എന്നവളും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷ് നിധി ഒന്ന് ശ്രദ്ധിക്കുക. അവര് ദേഷ്യത്തോടെ നോക്കി നിൽക്കായിരുന്ന നിധി പെട്ടെന്ന് മുഖം തിരിക്കുന്നത് കണ്ട് ഓ നോക്കുന്നുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് വീണ്ടും ആ കുട്ടിയോടായി ഞാൻ സുധീഷ്, കുട്ടിയുടെ പേര് എന്ന് സുധീഷ് ചോദിക്കേ. ഗായത്രി എന്നവളും. ബട്ട് ഐ വിൽ മേക്ക് എ ഷോർട്ട് ഗായോ, ഈസ് ഇറ്റ് നൈസ് എന്നവൻ ചോദിക്കുന്നതൾക്ക് അവൾ സന്തോഷത്തോടെ സുധീഷിനെ നോക്കി പുഞ്ചിരിക്കുക. സുധീഷ് വീണ്ടും നിധി ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ ദേഷ്യത്തോടെ നിൽക്കുന്ന നിധിയെ കാണുന്നുണ്ട്. അത് കണ്ട് അവനും ഗായത്രിയോട് വീണ്ടും സംസാരിക്കുകയാ. നികേഷും നിധിയോടായി പറയുന്നുണ്ട്, പൊതുവെ സുധീഷേട്ടൻ ഒരു പഞ്ചരയാ, ഇപ്പൊ ആ പെണ്ണ് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഒലിപ്പിക്കലായിരിക്കും, ചെന്ന് പറയെടുത്തി സുധീഷേട്ടന്റെ ഭാര്യയാണെന്ന് എന്ന് നികേഷ് പറയേ. എന്തിന്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ടല്ലേ സുധീഷ് ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത്, പോട്ടെ എത്രത്തോളം പോകുമെന്ന് കാണാലോ എന്നവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിധി പറയുന്നുണ്ട്. ഗായത്രിയോട് സംസാരിക്കായിരുന്ന സുധീഷും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കി മുഖം തിരിക്കുന്ന നിധിയാണ്. അല്ല ഇയാള് ദിവസവും ബസ്സിലാണോ കോളേജിൽ പോകുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. അതെ എന്ന് ഗായത്രിയും പറയുകയാ. വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഇന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ കേട്ടോ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അയ്യോ വേണ്ട ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്ന് ഗായത്രി. ഗുഡ് ഗുഡ്, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നല്ല കുട്ടികൾ അങ്ങനെ ഇടിച്ചു കയറാൻ പാടില്ല. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്, എന്നാ പിന്നെ വരുന്നത് വരെ ഞാൻ ഒരു കമ്പനി തരാം എന്നവൻ പറയേ. അത് മതിയെന്ന് ഗായത്രിയും സമ്മതിക്കുക. ഒരു ഓട്ടോ അങ്ങോട്ട് വരുമ്പോഴേക്കും നിധി ഓട്ടോ വിളിച്ച് നിർത്തുകയാ. നീ വരുന്നുണ്ടോ, ഞാൻ പോവാ എന്ന് നിധി പറയേ. ഇല്ല എടുത്തി, ഞാൻ ബസ്സിന് വന്നോളാം എന്ന് നികേഷും. ഓട്ടോയിൽ കയറി പോകുന്നത് സുധീഷും ശ്രദ്ധിക്കുകയാ. അവനും ഒരു പുഞ്ചിരിയോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അത് ശരി, അപ്പോ നിനക്ക് കൊള്ളുന്നുണ്ടല്ലേ, ശരിയാക്കി തരാം എന്ന് പറഞ്ഞവൻ ആ ഓട്ടോയും പോകുന്നത് നോക്കി നിൽപ്പാ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ സ്നേഹം നേടാൻ ഇമാതിരി പോക്ക് തരാം ആര് കാണിക്കും, ഇയാൾ കുടുങ്ങും, ഉറപ്പായിട്ടും കുടുങ്ങും എന്ന് നികേഷും മനസ്സിൽ ഉറപ്പിക്കുകയാ. പിന്നീട് നിധിയുടെ ഓഫീസിന് പുറത്തെ റോഡിൽ വെയിറ്റ് ചെയ്യുക സുഭാഷ്.
നിധി അങ്ങോട്ട് വന്ന് സുഭാഷേട്ടൻ എന്താ ഇവിടെ നിന്നേ, അകത്തേക്ക് വരായിരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ഞാനേ പണി സ്ഥലത്തൊന്നും വരുന്ന വഴിയാ, ജോലി സമയത്ത് കാണാൻ വരുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, സുഭാഷേട്ടൻ കാര്യം പറഞ്ഞു എന്ന് നിധിയും. അല്ല അത് മോളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്നവൻ പരുങ്ങലോടെ പറയേ, എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് നിധിയും ചോദിക്കും. അങ്ങനെയല്ല എന്നൊരു ചിരിയോടെ അവൻ പറയേ, എന്ന് പറഞ്ഞു എന്ന് നിധിയും. അത് നമ്മുടെ ബ്രോക്കറില്ലേ, അയാൾ ഒരു ആലോചന കൊണ്ടുവന്നായിരുന്നു. അവര് വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് കുറച്ച് ആളുകൾ വരും എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും സന്തോഷത്തോടെ അതെയോ, അത് നല്ല കാര്യമല്ലേ, ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവിലെ തന്നെ ലീവിന് അപ്ലൈ ചെയ്തേനെ എന്ന് നിധി സന്തോഷത്തോടെ പറയേ. അത് അവരിപ്പോഴാ വിളിച്ചു പറഞ്ഞത്, ഉച്ച കഴിഞ്ഞവർ വരുമെന്ന്. എനിക്ക് എന്താ മറുപടി പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അവര് വരട്ടെ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് എടുത്തോളാം. അല്ല പെൺകുട്ടി ആരാ, വീട് എവിടെയാ, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതാണോ, ഞാൻ സുധീഷിനോട് പറഞ്ഞ് അന്വേഷിപ്പിക്കാം എന്നൊക്കെ അവൾ ആകാംക്ഷയോടെ ചോദിക്കേ. ഏയ് അതൊന്നും വേണ്ട, എല്ലാം ഞാൻ അന്വേഷിച്ചു എന്ന് സുഭാഷും പറയുക. സുഭാഷേട്ടൻ അന്വേഷിച്ചെന്നോ, അപ്പൊ അറിയുന്ന കുട്ടിയാണോ എന്ന് നിധിയും ചോദിക്കുന്നു. മുൻപേ പരിചയമുള്ളതാ എന്ന് നിധി ചോദിക്കേ. അല്ല അങ്ങനെ പരിചയമൊന്നുമില്ല, ബ്രോക്കർ പറഞ്ഞപ്പോ ഞാൻ പോയി കണ്ടു സംസാരിച്ചു, അത്രയുള്ളൂ എന്ന് സുഭാഷേട്ടനും. പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചോ എന്നവൾ അമ്പരപ്പോടെ ചോദിക്കേ. അതെ എന്ന് സുഭാഷും. ഇതിപ്പോ എന്നവൾ ചോദിക്കേ, 2-3 ദിവസം മുമ്പ്. എന്നിട്ട് പറഞ്ഞില്ലല്ലോ, സുഭാഷേട്ടൻ തനിയെ പോയിട്ടാണോ കണ്ടേ എന്നവൾ ചോദിക്കേ. അതെ എന്ന് സുഭാഷും. അത് വിശ്വസിക്കാനാവാതെ സത്യം എന്താ പിന്നെ എന്നോട് പറയാത്തേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാനാവാതെ അത് എന്ന് പറഞ്ഞ് പരങ്ങളോടെ സുഭാഷ് നിൽക്കേ. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകുമായിരുന്നു. അപ്പോ എല്ലാം ഒറ്റയ്ക്ക് കണ്ടുപോയി സംസാരിച്ചിട്ടാ ഞങ്ങളോട് പറയുന്നതല്ലേ, ഭയങ്കര ആളാട്ടോ സുഭാഷേട്ടൻ എന്ന് നിധി പറയുന്നുണ്ട്. അയ്യോ അതുകൊണ്ടല്ല മോളെ, ഓരോ തവണയും നിങ്ങളെല്ലാവരും പെണ്ണുവീട്ടിൽ പോയി എല്ലാം സംസാരിച്ചു പോരും, നടക്കാതാവുമ്പോ എല്ലാവർക്കും അത് സങ്കടമാവും. അത് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയത്. നമ്മളെ പറ്റിയും നമ്മുടെ കുടുംബത്തെ പറ്റിയുമെല്ലാം ഞാൻ തുറന്ന് സംസാരിച്ചു. അവരും അവരെ പറ്റി പറഞ്ഞു. എല്ലാം ഓക്കെയാണെന്ന് തോന്നിയപ്പോഴാ ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഇതെങ്ങനെ വീട്ടിലുള്ളവരോട് പറയണമെന്ന് എനിക്കറിയില്ല. മോൾ എല്ലാവരെയും വിളിച്ചൊന്ന് പറയോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. ഇത് പറയാൻ സുഭാഷേട്ടൻ എന്തായാലും മടിക്കുന്നേ, ഈ വിഷയം അറിഞ്ഞാലേ എന്നേക്കാൾ സന്തോഷിക്കുന്നത് അവരായിരിക്കും എന്ന് നിധിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അതെ പക്ഷെ നമ്മളെ കാണാൻ പെൺവീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടി, എനിക്ക് വേണ്ടി മോള് പറഞ്ഞാൽ മതിയെന്ന് സുഭാഷേട്ടൻ പറയുകയാണ്. ശരി ഞാൻ പറഞ്ഞോളാം, അല്ല എപ്പോഴും അവര് വരുന്നേ എന്ന് നിധി ചോദിക്കേ. അത് പിന്നെ ഉച്ച കഴിഞ്ഞെന്ന് സുഭാഷേട്ടനും. ഓക്കെ ഞാൻ നേരത്തെ എത്തിക്കോളാം, അവര് വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചോളാം എന്ന് നിധിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ യാത്ര പറഞ്ഞു പോവേ അവനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പെൺവീട്ടുകാർ സുഭാഷിന്റെ വീട്ടിലേക്ക് എത്തുന്നതും പെണ്ണിന് ഏജ് കൂടുതലാണെന്നും 2ാം വിവാഹമാണെന്നുമെല്ലാം സുധീഷും കൂട്ടരും അറിയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.